നിലവിൽ ഇത് എത്ര പെറ്റി അടച്ചിട്ടുണ്ട് ഇപ്പൊ? 7000 രൂപയ്ക്ക് കാറായിട്ട് ഉപയോഗിക്കുന്ന ബൈക്ക്. അതെ അതെ അല്ലേ? അല്ല, ചുമ്മാ ഒരു കമ്പനിയുടെ സാധനം ഇറക്കുമ്പോഴേ വെറുതെ ഇറക്കത്തില്ലല്ലോ. ചേട്ടോ ചേട്ടോ നിർത്തേ ചേട്ടോ 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 ചേട്ടാ, ഇതെന്തോ സംഭവം? ഇതെന്തോ സംഭവം? പെരിയ പൊക്കോ, എന്തോ സംഭവം? ബൈക്കിനകത്ത് ഇത് ഷീൽഡ് വെച്ചിരിക്കുന്ന മഴയും കാറ്റൊന്നും. കേരളമാണ് ഇത്, ഇങ്ങനൊന്നും വെച്ചോട് അറിയത്തില്ലയോ? ഇപ്പൊ എത്ര രൂപ കുറഞ്ഞത് പെറ്റി വന്നിട്ടുണ്ട്? ഇല്ല പെറ്റിയൊന്നുമില്ല. പെറ്റിയൊന്നും വന്നിട്ടില്ലേ? ഒന്നുമില്ല. അത് കൊള്ളാമല്ലോ. ഇതെങ്ങനെ സംഭവിച്ചത്? എവിടെ മേടിച്ച്? ഇത് പിന്നെ ഓൺലൈൻ വഴി വരുത്തിയാ. ഒന്ന് നിർത്താമോ? നമുക്ക് അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്തായാലും നമുക്ക് ചേർന്നോണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, ഇതെങ്ങനെയാണ് മേടിച്ചത്? ഇത് പിന്നെ ഹൈദരാബാദിലാണ് ഈ കമ്പനിയുടെ ഇതുള്ളത്. ഇത് നമുക്ക് പിന്നെ അവിടുത്തെ കമ്പനിയുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആ നമ്പറിൽ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് നമ്മൾ പറയുന്ന അഡ്രസ്സിലേക്ക് ഒരു ഇതിന് എന്താ വില വരുന്നുണ്ട് ചേട്ടാ? ഇതിന് 8500 രൂപയായിരുന്നു ആദ്യം ഇതിന്റെ വില. ഇപ്പൊ പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 7000 രൂപ. 7 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടും. 7000 രൂപയ്ക്ക് വീട്ടിൽ കിട്ടും. പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ, നിലവിൽ ഇത് എത്ര പെറ്റി അടച്ചിട്ടുണ്ട് ഇപ്പൊ? ഒരു പെറ്റി അടച്ചിട്ടില്ല. കള്ളം പറയരുത്. ഇല്ല ഒറ്റ പെറ്റി അടച്ചിട്ടില്ല. ഇത് വെച്ച പെറ്റി ഇല്ല. ഇത് വെച്ച പെറ്റി ഇല്ല എന്ന് പറയാൻ നമ്മുടെ കമ്പനി പറയുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതിന്റെ പെർമിഷന് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ പേപ്പറും ഉണ്ട്. പേപ്പറിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു ബൈക്കല്ലേ? ഇത് അതെ, ജീപ്പ് അല്ലല്ലോ, ബൈക്കല്ലേ? തന്നെ ബൈക്ക് തന്നെ. ബൈക്കിൽ ഇത് രൂപമാറ്റം വരുത്തിയ പ്രശ്നമില്ലേ? നമ്മൾ രൂപമാറ്റം വരുത്തിയതല്ലോ. അല്ലല്ല, നമുക്ക് നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് പോകാനായിട്ട് അത്യാവശ്യം ഒരു എന്താ പറയാ, ഇപ്പൊ തന്നെ ഒരു മഴ വരുന്നത്. മഴയത്ത് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ധൈര്യമായിട്ട് പോകാൻ പറ്റുന്നില്ലേ? മഴയായാലും ചൂടായാലും നേരിട്ട് പോകാം. തീർച്ചയായിട്ടും. MVD കണ്ടിട്ടില്ലയോ? MVD കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് കാരണം എന്തായാലും ഇതിപ്പം പിന്നെ ഇത് ഇത്രയും കണ്ടല്ലോ, പലവട്ടം കണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനോടകം വെച്ച് നമ്മളെ ഇത് ചെയ്തേനായിരുന്നു. ഇതുവരെ പിടിച്ചിട്ടില്ല? ഇല്ല. ഞാൻ MVD ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊരു വിശ്വാസം വരാൻ നമുക്ക് എന്ത് പ്രൂഫ് അതിനകത്ത് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ? അതായത് കമ്പനി ഇതിന് ലൈസൻസ് ഉണ്ട്? ഉണ്ട്. അതിന്റെ പെർമിഷൻ പേപ്പർ ആയിട്ടുണ്ടോ? അന്നേരം പിന്നെ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ആർക്കും മേടിക്കാം. തീർച്ചയായിട്ടും. അല്ലേ? അല്ല, ചുമ്മാ ഒരു കമ്പനിയുടെ സാധനം ഇറക്കുമ്പോഴേ വെറുതെ ഇറക്കത്തില്ലല്ലോ. അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് ഈ പറയുമ്പോൾ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഇത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ. അല്ല, അത് കുറ്റമല്ല. അതിപ്പോ ആദ്യമായിട്ട് കാണുമ്പോ സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. കാര്യം ഒരു കാര്യം ചെയ്താൽ എങ്ങനെയും ചെയ്തിട്ട് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും. കാര്യം ഇത് കമ്പനി ഈ ഒരു സാധനത്തിന് അതിന്റെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വണ്ടിക്കകത്ത് ഉപയോഗിക്കാനുള്ള സാധനമാണത്. അതെ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇത് ഉപയോഗിക്കാനുള്ള സാങ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് മേടിച്ച് വെക്കാം. ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് വെക്കാം. കാര്യം അതിനൊരു ഉദാഹരണമാണ്. ചേട്ടന്റെ പേരെന്താണ്? അജി. സ്ഥലം എന്റെ പടിഞ്ഞാറക്കല്ലയുടെ വിളംബരം എന്ന് പറയും. അപ്പൊ ഈ ചേട്ടനാണ് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടുള്ളത്. കാര്യം ഇതിപ്പോ മേടിച്ച് വെച്ചിട്ട് എത്ര ദിവസമായി? ഇതിപ്പം 1 മാസത്തിൽ കൂടുതലാവും. 1 മാസത്തിൽ കൂടുതലായി ചേട്ടൻ ഇവിടെ മേടിച്ചത് വെച്ചിട്ട് ഇതുവരെ നിലവിൽ ഒരു കുഴപ്പമില്ല. കാരണം ചേട്ടന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചേട്ടൻ ഇത് ധൈര്യമായിട്ട് കൊണ്ടു നടക്കുന്നത്. അല്ലേ? വേറെ എന്താ ചേട്ടാ പറയാനുള്ള കാര്യം? ആഗ്രഹത്തിലേക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഒന്നും പേടിക്കണ്ട. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം കാറ്റാ മഴ വെയിലൊക്കെ ഉള്ളതപ്പം പിന്നെ ഈ പറഞ്ഞ വലിയ മഴ വരുന്നെങ്കിലും അങ്ങനെ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ കയ്യിന്റെ കാലിന്റെ ഒക്കെ അവിടെ കുറച്ചെന്നറിയും. അത് നമ്മളൊരു അത്യാവശ്യം കോട്ടും കൂടെ ഉപയോഗിക്കുക, റെയിൻകോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പക്കായതായിട്ട് പോവാം. വെയിലും വേണ്ട, മഴയും വേണ്ട, ഒന്നും പേടിക്കണ്ട. ഇതിന്റെ മെയിൻ നമുക്ക് എത്ര ലോങ് യാത്ര ചെയ്താലും നമുക്കൊരു ക്ഷീണമില്ല. ഇതല്ലേ, എത്ര ലോങ് കാറ്റടിക്കത്തില്ല ഫ്രണ്ടിൽ, അങ്ങനെ കാറ്റടിക്കത്തില്ല. ഇല്ല, കാറ്റ് കാര്യങ്ങൾ ഇതിപ്പോ അഥവാ നമുക്ക് ഒന്നും പേടിക്കണ്ട. വേണമെങ്കിൽ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യാമല്ലോ. ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യാം. ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, അതെങ്ങനെ? അതിന്റെ ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പൊക്കെ മാറ്റി അങ്ങനെ ഇരുന്നോളും. അതിങ്ങനെ അങ്ങ് ഇരുന്നോളും. അങ്ങനെ ഉണ്ടല്ലേ? കാറ്റ് വേണമെങ്കിൽ കാറ്റ് കയറ്റാം, കാറ്റ് ഇറക്കാം, എല്ലാ പരിപാടിയും നടക്കുമല്ലേ? പിന്നെ ഇത് 2 പീസാണ്. അതെന്താ ഉള്ള? അത് ചെയ്യാനൊന്നുമില്ല, ജോയിന്റ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ സിംഗിൾ മതിയെങ്കിൽ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ ആക്കാം. പിന്നെ പകുതി മതിയെങ്കിൽ പകുതി ആക്കാം. വേണമെങ്കിൽ ഫുള്ള് അടിക്കാം. അത് നമ്മുടെ ഇതാണ്. കുഴപ്പമില്ല, നല്ലതാണ്. എന്റെ യാത്രയ്ക്കൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ആണല്ലേ? കാണാനും ഭംഗിയുണ്ട്, വൃത്തിയോടൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറെ നമ്മൾ എല്ലാവർക്കും പേടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം ആയതുകൊണ്ട് MVD പിടിക്കുമോ എന്നുള്ളതാണ് പേടി. ഇല്ല, MVD അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഇടപെടത്തില്ല. അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഒരു കാര്യം, ന്യായമായിട്ടുള്ള എല്ലാ കാര്യത്തിനും MVD കൂടെ ഉണ്ട്.
ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ ഇതാ ഇപ്പൊ ഇതിനകത്ത് തന്നെ പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ ഇതിന്റെ ഗ്ലാസോ കണ്ണാടി ഒന്നും തള്ളി പുറത്തൊന്നും പോയിട്ടില്ല. ആർക്കും ഒരു ശല്യമില്ലാതെ നിൽക്കുന്ന എല്ലാം കറക്റ്റ് അളവിലാണ് കിടക്കുന്നത് അല്ലേ? ആർക്കും ഒരു ശല്യമില്ലാതെ നിൽക്കുന്ന ശല്യമില്ലാതെ കിടക്കുവാണ്. അപ്പൊ അതുകൊണ്ട് അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടത്തില്ല, ഒരിക്കലും ഇടപെടത്തില്ല. ന്യായം പ്രശ്നമുള്ള ഇപ്പൊ എന്തോ ഒരു MVD എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ പ്രശ്നമില്ലാത്ത ന്യായമായിട്ട് മര്യാദയായിട്ടുള്ള കാര്യമാണെങ്കിൽ ആയിക്കോട്ടെ എന്നൊരു ഇതേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ഗണേശൻ സാറ്, അദ്ദേഹവും ഈ പറഞ്ഞ പോലെയാണ് ന്യായമായ എല്ലാ പ്രോത്സാഹനം കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇതിനോടാകുമ്പോൾ പുള്ളി ഇടപെട്ടനെയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ പലരല്ലേ വീഡിയോ കാണുന്നത്, ഇത് കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ട് കാണത്തുമില്ല. അപ്പം പല അഭിപ്രായങ്ങൾ പറയും. അപ്പൊ അതുകൊണ്ടാണ് ചേട്ടനെ കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ഏറ്റവും പറയിച്ചു ഇല്ലേ. ഇനി നമ്മൾ ഇതിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? പറഞ്ഞു കൊടുക്കാൻ എന്താ പറയാ, സാധാരണക്കാരന്, അതായത് ഇപ്പം പിന്നെ വലിയ കാറ് സൗകര്യമായിട്ട് നടക്കാൻ സൗകര്യമുള്ള ശേഷി ഇല്ലാത്തവർക്ക് ഇങ്ങോട്ട് നടക്കാം. പിന്നെ ബൈക്കിനകത്തെന്ന് പറഞ്ഞാൽ സാധാരണ ബൈക്ക് പൊതുവെ എല്ലാവർക്കും നമ്മുടെ സാധാരണക്കാർക്കെല്ലാം ബൈക്ക് യാത്രയാണ് കൂടുതൽ. അപ്പൊ ഈ കാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ശ്വാസം മുട്ടലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, പല അസുഖങ്ങളും കാര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം വെച്ച് അതിന്റെ ഇപ്പൊ ഗ്ലാസ് വെക്കേണ്ടതെന്നൊക്കെ ഈ ഒരു പ്രശ്നം കണ്ണിനൊക്കെ പ്രശ്നമായി. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയാ, ആൾക്കാർ ഈ കളി ഞാൻ പറഞ്ഞില്ലയോ, ചിലരുണ്ട് കളിയാക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കളിയാക്കാൻ അത് ചില ആൾക്കാരേ ഉള്ളൂ. ബാക്കി അതിന് 99.9% പേർക്കും നല്ല അഭിപ്രായമാണ്, നല്ല ഇതാട്ടാ കാര്യങ്ങൾ. ഇതിന്റെ കറക്റ്റ് റേറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേട്ടാ. ഇത് 7000 രൂപയാണ്. 7000 രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ കിട്ടും. 7000 രൂപയ്ക്ക് വീട്ടിൽ കിട്ടും. അപ്പൊ ഇത് നമ്മൾ വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ തരാം, ആ നമ്പറിലോട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്പർ കമ്പനിക്ക് കൊടുക്കും. അവര് നമ്മളെ ഇത് ചെയ്തോളും, വിളിച്ചോളും. അപ്പൊ എന്തായാലും ഞാൻ ചേട്ടൻ നമ്പർ കൂടി ഇതിനകത്ത് വെക്കട്ടോ. ചെയ്തു. കാര്യം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. തീർച്ചയായിട്ടും. പിന്നെ അല്ലേ? അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് വിളിക്കും. അപ്പൊ ചേട്ടാ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ തന്നെ എത്രയോ കോള വരുന്നറിയോ? ആണോ? കോളിന്റെ ബഹളം. ചേട്ടാ ഇതുവരെ ആർക്കെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? കോഴിക്കോട്, മലപ്പുറം, കോതമംഗലം, ഇവിടെ തിരുവനന്തപുരത്ത് മേടിച്ചു കൊടുത്താ ഒരുപാട് കേസ്. ഒത്തിരി കേസ്. അതാണ് നമ്മളെ കൊണ്ട് വരുന്ന സഹായം നമ്മൾ പബ്ലിക്കിന് ചെയ്തു കൊടുക്കണം അല്ലേ? തീർച്ചയായിട്ടും. അതിൽ നിന്ന് നമുക്ക് നന്മയുണ്ടാകത്തുള്ളൂ. നല്ല എന്തുവാ. ഓക്കെ ചേട്ടാ.